വിക എഡ്യൂക്കേഷൻ സൊല്യൂഷൻസ്. വിക എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് പാരാമെഡിക്കൽ കോഴ്സിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്നത്, ഏറ്റവും ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലുമായിട്ടുള്ളത് റെസ്പിറേറ്ററി തെറാപ്പി എന്നുള്ള കോഴ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് റെസ്പിറേറ്ററി തെറാപ്പി? കാർഡിയോ പൾമിനറി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസീസസിനെ ഡയഗ്നോസ് ചെയ്യുക, അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുക, ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ചെയ്യുക, ഇതൊക്കെയാണ് ഒരു റെസ്പിറേറ്ററി തെറാപ്പി പഠിച്ച റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന് വരുന്ന ജോലി. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ സ്റ്റേബിൾ ആക്കിയാൽ മാത്രമേ ഡോക്ടേഴ്സിന് ക്ലിയർ ആയിട്ട് അത് ഡയഗ്നോസ് ചെയ്ത് ബാക്കി ട്രീറ്റ്മെന്റിലോട്ട് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു സ്റ്റേജ് ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആയിരിക്കും. വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു ജോലി തന്നെയാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന് വരുന്നത്. ഇനി അടുത്ത് റെസ്പിറേറ്ററി തെറാപ്പിയുടെ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണെന്ന് നോക്കാം. 4 വർഷം അടങ്ങിയ ഒരു കോഴ്സാണ്, BSc കോഴ്സാണ്. അതുകൊണ്ട് തന്നെ 4 വർഷമാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. 3 വർഷം ക്ലാസ്സും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പുമാണ് ഈ ഒരു കോഴ്സിന് വരുന്നത്. കമ്പൽസറി ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം. ചില കോളേജുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് കമ്പൽസറി ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി റെസ്പിറേറ്ററി തെറാപ്പി ആർക്കൊക്കെ ചെയ്യാനായിട്ട് കഴിയും? ഇപ്പൊ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലേ, മെഡിക്കൽ ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ജോലിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട, 100% നിങ്ങൾ പ്ലേസ്മെന്റ് ആകുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് മെഡിക്കൽ ഫീൽഡിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 50% മാർക്കുള്ള ഏതൊരു സ്റ്റുഡന്റിനും ഈ ഒരു കോഴ്സിനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. കേരളത്തിനകത്ത് റെസ്പിറേറ്ററി തെറാപ്പിയുടെ സീറ്റിന്റെ എണ്ണം വളരെ കുറവാണ്. കേരളത്തിന് പുറത്താണെങ്കിൽ അത്യാവശ്യം കോളേജുകൾ വരുന്നുണ്ട്. നമുക്ക് കേരളത്തിന് പുറത്ത് വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാം. കേരളത്തിനകത്താണെങ്കിൽ LBS ത്രൂ ആണ് അലോട്ട്മെന്റ് നടക്കുന്നത്. ഇനി അമൃത കോളേജിൽ ഇതിന്റെ സീറ്റ് അവൈലബിൾ ആണ്. അവിടെയാണെങ്കിൽ അവരുടെ എൻട്രൻസ് ഉണ്ട്, അത് ത്രൂ ആയിരിക്കും അലോട്ട്മെന്റ് കാര്യങ്ങൾ നടക്കുന്നത്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ 50% ഉള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി റെസ്പിറേറ്ററി തെറാപ്പി എന്നുള്ള ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ചില കുട്ടികൾക്ക് MSc ചെയ്യണം എന്നുണ്ടായിരിക്കും, ഇതിന്റെ PhD ലെവലിലോട്ട് പോകണം എന്നുള്ള ആഗ്രഹമുള്ള സ്റ്റുഡൻസും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും 100% ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് റെസ്പിറേറ്ററി തെറാപ്പി. ഇതിന് MSc റെസ്പിറേറ്ററി തെറാപ്പി നിങ്ങൾക്ക് ചെയ്യാം. ഇനി ടീച്ചിങ് ഫീൽഡ് താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് BEdലോട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇനി ഇല്ല, നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലോട്ട് പോകാനാണെങ്കിൽ MBA എടുക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് പോലെയാണ്. നിങ്ങൾക്ക് ഏതൊരു ഫീൽഡിലോട്ട് പോകണമെങ്കിലും BSc റെസ്പിറേറ്ററി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിലോട്ട് മാറി പഠിക്കാനായിട്ട് സാധിക്കും. റെസ്പിറേറ്ററി തെറാപ്പി പഠിച്ച കുട്ടികളുടെ ജോബ് പൊസിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്നാണ് മെയിൻ ആയിട്ട് ഇതിനൊരു ജോബ് പൊസിഷൻ വരുന്നത്. ദെൻ വരുന്ന റെസ്പിറേറ്ററി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ ജോബ് പൊസിഷൻ വരുന്നുണ്ട്. ദെൻ പൾമനോളജിസ്റ്റ്, അഡൽട്ട് കെയർ സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനെയുള്ള ജോബ് പൊസിഷൻസ് ആണ് റെസ്പിറേറ്ററി തെറാപ്പി കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റിന് വരുന്നത്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അതിപ്പോ ഏതൊരു മെഡിക്കൽ ഫീൽഡ് എടുത്താലും എല്ലാവരും ചോദിക്കുന്നതാണ്, ഇത് എബ്രോഡ് ഇതിന് വാല്യൂഡ് ആണോ, അല്ലെങ്കിൽ എബ്രോഡ് വേക്കൻസി ഉണ്ടാവോ, ഇന്ത്യയിൽ വേക്കൻസി ഉണ്ടാവോ? ഇന്ത്യയിലും എബ്രോഡും ഒരേപോലെ വേക്കൻസി ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് റെസ്പിറേറ്ററി തെറാപ്പി. ഇനി റെസ്പിറേറ്ററി തെറാപ്പി എന്നുള്ളൊരു കോഴ്സ് കഴിഞ്ഞാൽ എവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും? മെയിൻ ആയിട്ട് നമുക്കറിയാം ഹോസ്പിറ്റൽസിലാണ്. ദെൻ ഇതിന്റെ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന ക്ലിനിക്സ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ദെൻ ലബോറട്ടറി, DME, അൺകണ്ടീഷൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, അവരെ ഇപ്പോൾ വെന്റിലേറ്റർ എല്ലാം ബാക്കി സൗകര്യങ്ങൾ കൊടുത്ത് നമ്മളൊന്ന് സ്റ്റേബിൾ ആക്കി, പക്ഷെ അവർ വീട്ടിലോട്ട് പോകണമെങ്കിലും അവർക്ക് വെന്റിലേറ്ററിന്റെ ഹെൽപ്പ് വേണം. അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യാനും, അതായത് ഹോം നേഴ്സായിട്ട് നിന്ന് തന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡന്റിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെയധികം സാലറിയോട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന് വരുന്നത്. ഇനി ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്? മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ എന്ന് നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേരള PSCയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സാംസ് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ.
ഇനി നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് മെയിനായിട്ട് നോക്കുക. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണോ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ പഠിക്കുന്ന മെഡിക്കൽ ഫീൽഡാണ്, നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ കിട്ടുമോ അത്രയും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി റെസ്പിറേറ്ററി തെറാപ്പി പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇയർ നമുക്ക് വരുന്നത് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, പാത്തോളജി, ബയോകെമിസ്ട്രി, ഫാർമക്കോളജി, ഫിസിക്സ്, ബയോസ്റ്റാറ്റിക്സ്. ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാനായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് ഇയർ ഇത്രയും സബ്ജക്റ്റിനോടൊപ്പം പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. പ്രീ ക്ലിനിക്കൽ പ്രാക്ടിക്കൽസ് ആണ് മെയിനായിട്ട് വരുന്നത്. ദെൻ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് റെസ്പിറേറ്ററി ഡിസീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, ദെൻ റെസ്പിറേറ്ററി കെയർ. ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് സെക്കൻഡ് ഇയർ വരുന്നത്. നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻറ്റുമായിട്ടുള്ള കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രീ ക്ലിനിക്കൽസും പ്ലസ് ക്ലിനിക്കൽസ് പ്രാക്ടിക്കൽസും നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് ഇയർ വരുമ്പോഴത്തേക്ക് റെസ്പിറേറ്ററി തെറാപ്പി ടെക്നിക് ഫസ്റ്റ് വരുന്നുണ്ട്, റെസ്പിറേറ്ററി തെറാപ്പി സെക്കൻഡ് വരുന്നുണ്ട്, ദെൻ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വരുന്നുണ്ട്, കാർഡിയോ പൾമിനറി റീഹാബിലേഷൻ. ഇത്രയും സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് തേർഡ് ഇയർ വരുന്നുണ്ട്. ഈ 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റെസ്പിറേറ്ററി തെറാപ്പിയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കോളേജ് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.